സ്തോത്രം ഭൂമിയിൽ വന്ന് മാനവജാതിയുടെ രക്ഷയ്ക്കായി മനുഷ്യാവതാരം എടുത്ത് മനുഷ്യരുടെ സകല പാവം താൻ വഹിച്ച് ക്രൂശിൽ മരിച്ച് ക്രൂശിൽ നിന്ന് ഇറക്കി യോസേഫിൽ അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർക്കപ്പെട്ട പിതാവിന്റെ വലഭാഗത്ത് സദാ മധ്യസ്ഥയണയ്ക്കുന്ന വേഗം വരും. ഏറ്റവും വലിയ ഭാഗ്യം വിശുദ്ധിക്ക് വില കൊടുത്ത ദൈവസഭയ്ക്ക്. യേശു ക്രിസ്തുവിന് വേണ്ടി പട്ടണങ്ങൾ, ഭവനങ്ങൾ, രാജ്യത്ത് പലരും നോക്കി നിൽക്കെ വേണ്ട എന്ന് പലരും പറഞ്ഞിട്ട് കർത്താവിന്റെ നാമത്തെ സ്നേഹിച്ച വേർതിരിഞ്ഞു വന്ന നമുക്ക് വേണ്ടിയ കർത്താവ് പുറത്തു വരാൻ സ്വത്രം പറയാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം, സകല നിവൃത്തിയായ പിതാവേ, എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ സമ്പൂർണമായി സമർപ്പിക്കും. നമുക്കറിയാം, സ്തോത്രം, ഈ ഓട്ടക്കളത്തിലൂടെ അനേകരുണ്ടെങ്കിൽ പൗലോസ് അത് വളരെ വ്യക്തമായി പറഞ്ഞു. ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസകത്ത് നീതിയുടെ കിരീടം എനിക്കായി. ഉറപ്പോടെ പറയുന്ന ഈ സഭയിലെ വിശ്വാസികൾക്കായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പുലിപ്പുറത്ത് നടക്കുന്ന വ്യാഴാഴ്ചത്തെ മീറ്റിംഗിൽ ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം, യഹോവയാം ദൈവം നോഹിയോട് പറഞ്ഞു, നിങ്ങൾ ശുദ്ധിയുള്ള 7 അശുദ്ധിയുള്ള ശുദ്ധിയില്ലാത്ത 2 വെച്ച് പെട്ടകത്തിനകത്ത് കയറ്റത്. ഞാൻ അതിനിങ്ങനെ മർമ്മം പറഞ്ഞു, എന്തിനാ ഈ 7 കൂട്ടി 2 കുറച്ചും വെച്ച് ചോദിച്ചാൽ, ശുദ്ധിയുള്ള 7 കണ്ട് ശുദ്ധിയില്ലാത്ത 2 പഠിക്കാൻ പോവുക. ഹലോ, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ചിലത് ആരെങ്കിലും പഠിക്കുമ്പോ കർത്താവിനെ, ഹലോ, അടുത്തേക്ക് ചോദിച്ച സ്തോത്രം, നമ്മൾ ഇപ്പൊ ജീവിക്കുന്ന പോലെ ജീവിച്ചാൽ ആരെങ്കിലും വിശ്വാസി വരുമോ? ഹലോ, ഇപ്പോൾ ജീവിക്കുന്ന പോലെ, ഇപ്പോഴുള്ള പ്രകൃതി പോലെ വരുമെന്നുള്ള ഉറപ്പുള്ളവര് സ്തോത്രം പറഞ്ഞു നിർത്തുമല്ലോ, വരും. ഞാൻ അതിനു വേണ്ടിയാണ് നിൽക്കുന്നത്. ഞാൻ മൂലം ഒരാൾ കർത്താവിലാകണമെന്ന്, എന്റെ ജീവിതം കണ്ട ഒരാൾ കർത്താവിലാകണമെന്ന്, ഞാൻ മൂലം യേശുവിന്റെ ഭാഗത്ത് വേർതിരിയണമെന്ന് ഞാൻ നന്നായി ആഗ്രഹിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ പ്രസംഗിച്ചില്ലെങ്കിലും ജീവിതം കാഴ്ചവെച്ചാൽ, ജീവിതം കാണിച്ചു കൊടുത്താൽ എന്റെ ജീവിതം കണ്ട് ചില കർത്താവിലേക്ക് വേർതിരിഞ്ഞു വരുമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ് ഞാൻ. എത്ര പേരുടെ കൂടെ ദൈവത്തെ ഉയർത്തുവാനിടയായി തീരും. ജീവിതം കാഴ്ചവെച്ചാൽ നമ്മളെ കണ്ടുകൊണ്ട് നമ്മുടെ തലമുറ പഠിക്കും, നമ്മളെ കണ്ടുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവൻ പഠിക്കും, നമ്മളെ കണ്ടുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവൻ പഠിക്കും. മനസ്സിലാകുന്നവർ സ്തോത്രം പറഞ്ഞാട്ടെ. നോഹിയുടെ പെട്ടകത്തിൽ 7 ശുദ്ധിയുള്ളത്, 2 ശുദ്ധിയില്ല. നമുക്കറിയാം, പെട്ടകം ഇറക്കി വിടുമ്പോ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ലേ. ഞാൻ ഇങ്ങനെ വിചാരിക്കാം, ഒരു മനസ്സാന്തരപ്പെട്ടിട്ടുണ്ട്. ഹലോ, ഒറ്റയാണ്ട് പെട്ടകത്തിനകത്ത് കഴിഞ്ഞുകൂടി. സ്വത്രം കൊത്തുന്ന സ്വഭാവമുള്ളവരെ ഇരിപ്പുണ്ട്. തൊട്ട കൊത്തും. അടുത്ത് ചെന്ന ശത്രുവിനെ കാണുമ്പോ കൊടയുന്ന ചിലത് അതിനകത്ത് ഇരിപ്പുണ്ട്. പക്ഷെ പെട്ടകത്തിൽ ഇരുന്നിട്ട് അവനങ്ങ് മാനസാന്തരപ്പെട്ടെന്നുള്ളതാണ്. അപ്പൊ പുള്ളി പറഞ്ഞ, മുള്ളമ്പതി പറഞ്ഞ, എനിക്ക് കുലിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ മാനസാന്തരപ്പെട്ടു പോയി. ഹല്ലേലൂയ. കർത്താവിന്റെ വേഷയുടെ നടുവിൽ വരുമ്പോൾ മാനസാന്തരപ്പെട്ട ദൈവമല്ലേ, നമ്മുടെ പഴയ മനുഷ്യനെ സ്നാനക്കടവിൽ ഉരിഞ്ഞു കളഞ്ഞു എന്ന് വിശ്വസിക്കുകയും ആ വിശ്വാസം കാത്തു സൂക്ഷിച്ച് അതുപ്രകാരം ജീവിച്ച ദൈവമല്ലേ, അറിഞ്ഞോ അറിയാതെയോ അവൻ ഉയർന്നു വന്ന ഏതെങ്കിലും മേഖല ഉണ്ടെങ്കിൽ ഇന്ന് മകൾ ഒരിക്കൽ കൂടി സ്വന്തം നിങ്ങളുടെ പഴയ മനുഷ്യന്റെ സ്വഭാവം ഉടലെടുത്ത് ഏതെങ്കിലും സാഹചര്യം മൂലം എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ മുമ്പിൽ പുറത്തു വന്നെങ്കിൽ ഇന്ന് മകൾ മാനസാന്തരപ്പെട്ട് അതിന്റെ ഫലം കായ്ക്കേണ്ടതിന് മേശയുടെ നടുവിലെത്തിയിരിക്കുന്ന ദൈവമല്ലേ, സമർപ്പണത്തോടെ പറ, ഇനി ഞാൻ പാപം ചെയ്യുവാൻ എന്റെ ആദരത്തെ വിട്ടുകൊടുക്കരുത്, എന്റെ ശരീരത്തെ വിട്ടുകൊടുക്കരുത്, സാഹചര്യം അനുവദിക്കരുത്. സ്തോത്രം. സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായി പാപം ചെയ്യാനിട്ട് അതിനെ അനുവാദിക്കരുത്. യോസേഫിന്റെ ജീവിതം പഠിച്ചാൽ സാഹചര്യം അനുകൂലമായിരുന്നു. എന്തുവാ സാഹചര്യം? നമുക്കറിയാം. ശലോമോന്റെ പുസ്തകം പഠിക്കുമ്പോൾ 5-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം, സദൃശവാക്യം 5-ാം അധ്യായത്തിൽ പറഞ്ഞു, ആ സ്തോത്രം, പാപം ചെയ്യാൻ ബന്ധപ്പെടുന്ന കാലിനെ കുറിച്ച് പറയും. എന്റെ വീട്ടിൽ പുരുഷനല്ല, ദൂരെ പോയിരിക്കുക, നമുക്ക് നമ്മിൽ സ്തോത്രം ഒരുമിച്ചായിരിക്കാം. സ്തോത്രം. ഞാൻ ആ വിഷയത്തെ അതുപോലെ വാക്കുകൾ പറയുന്നില്ല. മടങ്ങി വരട്ടെ. യോസേഫിന്റെ സ്തോത്രം നിൽക്കുന്ന പൊത്തിഫറിന്റെ ഭവനത്തിലെ സാഹചര്യം നോക്കിയ എല്ലാം അനുകൂലം, ആരും ചോദിക്കാനില്ല. പക്ഷെ തനിക്ക് സാഹചര്യം ഒരുക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ താൻ പാപത്തിന്റെ മുകളിലോട്ട് കാലുവെക്കാൻ മനസ്സില്ലാതെ പാപത്തിൽ നിന്ന് വ്യതിചലിച്ചു നടക്കുന്ന യോസേഫിനെ
ഈ സമയത്ത് ഞാൻ ഓർത്തുപോകുക, പാപം അറിഞ്ഞോ അറിയാതെ നമ്മുടെ ജീവിതത്തിനകത്ത് രംഗപ്രവേശനം നടത്തിയിട്ടുണ്ടെങ്കിൽ സ്വന്തം നിന്നെ ദൈവ പദവിയിൽ നിന്ന് തള്ളിക്കളയാമെന്ന് പിശാച് കണി വെച്ചിട്ടുണ്ടെങ്കിൽ പിശാച് പറയും, ഈ മേശ ഇരിക്കുന്ന കാലത്തോളം, സ്വർഗത്തിലെ ദൈവം വരുന്ന കാലത്തോളം, ഈ മേശ സഭയ്ക്കകത്ത് തന്നെ വിശുദ്ധിയോട് ഗൗരവത്തോടെ ശുശ്രൂഷിക്കുന്ന കാലത്തോളം, അറിഞ്ഞോ അറിയാതെയോ ദൈവസഭയ്ക്കകത്തിരിക്കുന്ന ആരെങ്കിലും പാപത്തിനകത്ത് അകപ്പെട്ടു പോയെങ്കിൽ മേശയുടെ മുമ്പിൽ വരുമ്പോൾ ദൈവമേ ഞാൻ തെറ്റിപ്പോയെന്ന് പറഞ്ഞ് മാറത്ത് കൈയടിച്ച സ്തോത്രം നിലവിളിക്കുന്ന ചുങ്കക്കാരുടെ മുമ്പിൽ പാപത്തിന്റെ സ്വഭാവത്തെ എടുത്തു മാറ്റിയതല്ല, അവന്റെ പാപത്തിന്റെ ശമ്പളമായിരിക്കുന്ന മരണത്തിൽ നീക്കുമൊക്കൾ കൊടുത്തു. അവന്റെ പാപത്തെ ദൈവം ക്ഷമിച്ചു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയെങ്കിൽ ഈ മേശയുടെ മുമ്പിൽ വന്ന ദൈവസഭയെ അറിഞ്ഞോ അറിയാതെ അബദ്ധവശാലോ കഴിഞ്ഞ ദിവസങ്ങൾ വന്നുപോയ കുറവുകളെ യേശു തമ്പുരാൻ ക്ഷമിക്കാൻ ആഗ്രഹിക്കും. പക്ഷെ ഒന്നുകൂടെ പ്രാർത്ഥിക്കണം, ദൈവമേ ഞാൻ മേലിൽ പാപം ചെയ്യാം, അനുവദിക്കരുത്. യേശു ഒരിക്കലും പാപിനിയായ സ്ത്രീയെ മുമ്പിൽ കിട്ടിയപ്പോ ഇങ്ങനെ പറഞ്ഞു, എല്ലാരും അവളെ എറിയാൻ കല്ലുകൊണ്ട് നിൽക്കുകയാണ്. അവള് സ്തോത്രം എറിഞ്ഞു കൊല്ലത്തക്ക നിലയുള്ള ശിക്ഷയ്ക്ക് അവകാശിയാണ്. യേശുവിനോട് ചോദിച്ചു, ഇവളെ ഞങ്ങൾ പാപത്തെ പിടിച്ച ആളാണ്, വ്യഭിചാര കുറ്റത്തെ പിടിച്ചു വച്ചിരിക്കുക, കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് ന്യായപ്രമാണം പറയുന്നു, നീ എന്താ പറയുന്നു? ക്രിസ്തു നമുക്കറിയാം നിലത്തെഴുതുന്ന പറഞ്ഞു. അല്പം മിനിറ്റ് യേശു എഴുന്നേറ്റ് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവളെ. അപ്പൊ ഈ ഓടിച്ചോണ്ട് വന്ന ഇവരെല്ലാം ആരാ? യേശുവിന്റെ വാക്ക് കേട്ടപ്പോ ഒറ്റ ഒരുത്തൻ കല്ലെറിഞ്ഞില്ല. അതിന് അർത്ഥം എന്തുവാ? അവര് മനം തിരിഞ്ഞതാണോ? എറിയാൻ പറ്റത്തില്ല, കാരണം പറഞ്ഞവൻ ദൈവമാണ്. ഒരുത്തൻ പേടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് എറിയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കൈ പൊങ്ങിയില്ലെന്നാ പറയുന്നത്. അതിന്റെ അർത്ഥം എന്തുവാ? അവന് പാപബോധം വരാനുള്ള സാഹചര്യമാണ്. ഇന്ന് പകൽ ഞാൻ പറയാം, കർത്താവിൽ സ്തോത്രം, ദൈവത്തിൽ നിൽക്കുന്ന ദൈവത്തിന്റെ പതിലെ നമ്മൾ ദൈവത്തിന്റെ സന്നിധി വരുമ്പോൾ മേശയുടെ മുമ്പിലായിരിക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ള ആത്മീയ ദൂത്, ഈ മേശ ഇവിടെ കർത്താവിന്റെ സഭയിൽ പെന്തിക്കോസ്തുകാരുടെ ആലയത്തിനകത്ത് മേശ ഒരു ഗൗരവമായ വിഷയമെന്ന് മാത്രമല്ല, മുഴുവൻ ദൈവസഭയ്ക്കും ഇത് ഗൗരവമായ വിഷയം. കാരണം ഇതിന്റെ സ്ഥാപകൻ യേശുവാണ്. ഇത് സ്ഥാപിച്ചതാരാ? നമുക്കറിയാം, പൗലോസ്, ഞാൻ ഒരിക്കൽ കൂടി എടുത്തു പറയുന്നു, പൗലോസ് ഒരിക്കലും യേശുവിൽ നിന്ന് ഈ കർത്തൃമേശ പ്രാപിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ശിഷ്യന്മാർക്ക് യേശു ക്രിസ്തു വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ കയ്യിലാണ് കൊടുത്തത്. 11-12 പേരുണ്ടായിരുന്നു. ഒരുത്തൻ പകുതി എഴുന്നേറ്റ് പോയി, അവന്റെ കാര്യം വിട്ടായി. സ്തോത്രം. ബാക്കി 11 പേർക്ക് ഇതിന്റെ ഗൗരവത്തോടെ ശുശ്രൂഷ യേശു കർത്താവ് ഏൽപ്പിച്ചു. പിന്നെ പൗലോസ് പറഞ്ഞൊരു വാക്കുണ്ട്. പൗലോസിന്റെ വാക്ക് ഇങ്ങനെ പറയുന്നത്, 1 കൊരിന്ത്യർ 11-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്ന വാക്ക് ഇങ്ങനെയാണ് അതിന് എഴുതിയിരിക്കുന്നത്, സംബോധന ചെയ്തിരിക്കുന്നത്. വായിക്കാം, ഒരാൾ വായിച്ചാൽ. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും കർത്താവ് ഏൽപ്പിച്ചത് തന്നത് എന്തെന്നാൽ, ശ്രദ്ധിക്കണേ, പൗലോസ് പറയുക, പൗലോസിന്റെ ലേഖനം കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ താൻ ഗൗരവമായി പറയുക, ഞാനിത് കർത്താവിൽ നിന്നാണ് പ്രാപിച്ചത്. ഞാൻ ഒന്നുകൂടെ പറയാം, ഒന്നുകൂടെ പൗലോസിന്റെ സ്തോത്രം ഒന്ന് അടുത്തിയെന്ന് വെക്കുക. പാസ്റ്റർ എപ്പോഴാണ് കർത്താവിൽ നിന്ന് പ്രാപിച്ചത്? പാസ്റ്റർ ഇങ്ങനെ പറയും, എടാ സ്തോത്രം, വിശുദ്ധന്മാരായിരിക്കുന്ന അപ്പോസ്തലന്മാർക്ക് ഇത് കൈമാറ്റം ചെയ്യുമ്പോൾ അവർക്ക് കൈമാറിയ ആരാണോ അവരാ ഇവിടെ പ്രാധാന്യമുള്ളത്. പത്രോസിനല്ല, യോഹന്നാനല്ല, യാക്കോബിനല്ല, മറിച്ച് പ്രാധാന്യമുള്ളത് ഇതാര് അടിസ്ഥാനമിട്ടിരിക്കുന്നു അവനാ ഇവിടെ പ്രാധാന്യമുള്ളത്. ക്രൈസ്തവോ, അങ്ങനെയാണെങ്കിൽ ഈ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന ദൈവത്തിന്റെ പൈതലേ, സ്വപ്നം വിശുദ്ധ വേദോസം പറയുക, ഈ കർത്താവിന്റെ മേശയിലേക്ക് കടന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണം? പറ. പല്ല് തേക്കണമെന്നും PS നോക്കിട്ട് കുളിക്കണമെന്നും അല്ല എഴുതിയേക്കുന്നത്, സ്നാനപ്പെടണം. പ്രൈസലോ. 7 ഉപദേശങ്ങളിൽ സ്തോത്രം അടങ്ങിയിരിക്കുന്ന ഒരു ഉപദേശമാണ് മാനസാന്തരപ്പെടണം, അവന്റെ പാപങ്ങളുടെ മോചനത്തിന് ആഗ്രഹിക്കണം, സ്നാനപ്പെടണം. സ്നാനം നിൽക്കുമ്പോൾ അവൻ കർത്താവിനോട് ചേരുക. കർത്താവിനോട് ചേരുന്ന ഒരു വ്യക്തി പരിശുദ്ധാത്മാവിന്റെ വിഷയം പ്രാപിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ വിഷയം പ്രാപിച്ചാൽ പിന്നെ അപ്പോസ്തലിക ഉപദേശം കേൾക്കത്തുള്ളൂ, വേറെ ഒരു ഉപദേശം കേൾക്കാൻ. ഇതുകൊണ്ട് പൗലോസ് പറയുന്ന വാക്കുകൾ ഇങ്ങനെ, നിങ്ങൾ അവിശ്വാസിയോട് ഇണയില്ല പിണ കൂടരുത്. നിങ്ങൾ അവരുടെ കൂടെ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ അവരുടെ ഉപദേശത്തിനകത്ത് പോയോ നീ തിരിഞ്ഞു പോകും. ഒത്തിരി പിന്മാറ്റക്കാർ അങ്ങനെ നമ്മുടെ പുറകിൽ പോണ്ട്.
ശക്തമായി ഓടിയവർ, ശക്തമായി നിന്നവർ, ശക്തമായി ശുശ്രൂഷിച്ചവർ, അനുഗ്രഹിക്കുന്ന ശുശ്രൂഷ ചെയ്തവർ, അത്ഭുതങ്ങൾ വെളിപ്പെട്ടവർ, അത്ഭുതം കണ്ടവർ, അത്ഭുതത്തിന്റെ ശുശ്രൂഷ ചെയ്തെടുത്തവർ ഒക്കെ പിന്മാറി പോർക്കളത്തിൽ പട്ടുപോയപ്പോൾ, വിശ്വാസ കപ്പൽ അവർ ഫലനെ ഉലഞ്ഞു പോയപ്പോൾ, ഉലയാതെ ഇന്ന് നിൽക്കാൻ കാരണം സ്തോത്രം, പ്രാർത്ഥനയുടെ മുമ്പിൽ രഹസ്യ പ്രാർത്ഥന നടുവിൽ സ്തോത്രം, നാം പ്രാർത്ഥിക്കുക മാത്രമല്ല, നമുക്ക് വേണ്ടി ഒരുവൻ അപേക്ഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യൂദയുടെ മേൽ പിശാച് സാത്താൻ കയറി, ശരിയാ. പത്രോസിനെ ചോദിച്ചതാ ദിവസം പറഞ്ഞു. ഇങ്ങനെ യേശു പറഞ്ഞു, പത്രോസ് എടാ, കഴിഞ്ഞ രാത്രി സാത്താൻ എൻ്റെ അടുത്ത് വന്നു ഒരു കാര്യം ചോദിച്ചു, നിന്നെ തരാമോ?